ഇപ്പോൾ തങ്ങളുടെ പദ്ധതി റെഡി എന്നുകൂടി ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് പ്രത്യാക്രമണത്തിന് അവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഒരു പുതിയ അറിയിപ്പ് കൂടി വരുന്നുണ്ട്. പി ജെയിംസ്, ഞാൻ പി ജെയിംസിലേക്ക് എത്താം. മധു കൊട്ടാരക്കര തുടരുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. മധു, നേരത്തെ ഈ ഇറാൻ ഇത്തരത്തിൽ ഇസ്രായേൽ സംഘർഷ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് ഈ ജോ ബൈഡന്റെ ചില നിലപാടുകളൊക്കെ ഇസ്രായേൽ അതിൽ നിന്ന് ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു തരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി അമേരിക്കയിൽ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതത് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് അമേരിക്കയിൽ. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഇക്കാര്യത്തിൽ ജോ ബൈഡന്റെ പ്രതികരണം വരുന്നു. വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേരുന്നു. ആ നിലയ്ക്ക് അതിനൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി ഇത് മാറുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇനി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കണം മധു? ഉന്മേഷ്, ഇങ്ങനെ ഒരു സംഘർഷം വലിയ തോതിലേക്ക് വ്യാപിക്കുവാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടിരുന്നു അമേരിക്ക. മിലിറ്ററി ഇന്റലിജൻസ് ഒക്കെ കൃത്യമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വൈറ്റ് ഹൗസിലെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ യോഗത്തിൽ കമലാ ഹാരിസും ജോ ബൈഡനും പങ്കെടുക്കുകയും അമേരിക്കൻ സൈന്യം എന്തുമാത്രം സന്നദ്ധമാണെന്ന് അവർ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ജോ ബൈഡനുമായിട്ട് ഏകദേശം ഒരു 4-5 പതിറ്റാണ്ടോളമുള്ള ഒരു സൗഹൃദം കൂടിയുണ്ട്. അപ്പൊ ഈ സൗഹൃദം തന്നെ പലപ്പോഴും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഗസയിലെ ആക്രമണം തുടങ്ങിയതിന് ശേഷം അവര് തമ്മിലുള്ള സൗഹൃദം പലപ്പോഴും വഷളാകുകയും ചെയ്തു. കാരണം ജോ ബൈഡൻ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു നിലയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു പോവുകയും ചെയ്തു. തന്നെയല്ല, കഴിഞ്ഞ ആഴ്ച ബെഞ്ചമിൻ നെതന്യാഹു തിടുക്കപ്പെട്ടാണ് ഐക്യരാഷ്ട്ര സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി മാത്രം ഈ യുദ്ധരംഗത്ത് നിന്ന് വരികയും ഇവിടെ കുറെ നുണകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് സത്യം പറയാനായിട്ട്, സത്യം എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് വന്നതെന്ന് നെതന്യാഹു പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ഇന്നലെ നെതന്യാഹുവിന്റെ പ്രത്യേക ഒരു പ്രസംഗം ഇറാൻ ജനതയ്ക്ക് വേണ്ടിയായിട്ടുണ്ടായിരുന്നു. കാര്യം 10% ആൾക്കാരാണ് തീവ്രവാദ പ്രവർത്തനം, ബാക്കിയുള്ള ജനങ്ങൾക്ക് നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് നെതന്യാഹു അവരെ കൂടുതൽ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ അല്പസമയം മുമ്പ് ഇറാന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അതായത് ഇറാന്റെ പരമാധികാരത്തെയും ഇറാൻ പൗരന്മാരെയും അതുപോലെ ഇറാന്റെ സ്വാതന്ത്ര്യവും താല്പര്യങ്ങളും നേർക്ക് ഇസ്രായേൽ ഒരു ഭീഷണി ഉയർത്തുകയാണ്. സിയണിസ്റ്റ് തീവ്രവാദികളുടെ ഈ തീവ്രവാദത്തിന് എതിരെ ഉചിതമായ മറുപടി കൊടുത്തു കഴിഞ്ഞു എന്നാണ് ഐക്യരാഷ്ട്ര സഭയിൽ അല്പസമയം മുമ്പ് ഇറാന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഉന്മേഷ്, തുടരുക. മധു, പി ജെയിംസ് വീണ്ടും ചേരുന്നുണ്ട്. പി ജെയിംസ് നേരത്തെ സൂചിപ്പിച്ചതാണ്, അപ്പോൾ ഈ ഇസ്രായേൽ അവരുടെ പദ്ധതികളുമായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഇറാന് അറിയാമല്ലോ, തങ്ങളെ ഒരു ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക ശക്തമായ തിരിച്ചടിയായിരിക്കും, അമേരിക്ക അതിനെ പിന്തുണയ്ക്കുമെന്നൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ആ നിലയ്ക്ക് ഒരു പ്രതിരോധ മാർഗം അവരും രൂപപ്പെടുത്തിയിരിക്കാനാണല്ലോ സാധ്യത. പി ജെയിംസ്, തീർച്ചയായിട്ടും ഇറാനെ നമ്മൾ ഒരു തരത്തിലും കുറച്ച് കാണേണ്ട കാര്യമില്ല. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അടങ്ങുന്ന ഇറാന്റെ സൈന്യം എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ വൻ ശക്തിയാണ്. അത് പണ്ട് ഷായുടെ കാലം മുതൽ, പിന്നീട് ഇസ്ലാമിക് റവല്യൂഷൻ 1979 നടന്ന് ആയത്തുള്ള ഖുമൈനി അധികാരം പിടിച്ചെടുത്ത ശേഷവും സൈന്യത്തിന്റെ കാര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇറാൻ. ഇറാന് ഒളിഞ്ഞും തെളിഞ്ഞും തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. വടക്കൻ കൊറിയ, റഷ്യ, ചൈന. റഷ്യയുടെ വാണിംഗ് ഉടനെ വരുമെന്നാണ് ചെയ്യുന്നത്. അമേരിക്ക ഇടപെട്ടാൽ ഞങ്ങൾ ഇടപെടുന്നുള്ള രീതിയിലേക്കൊക്കെ അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇത് വല്ലാത്ത രീതിയിലേക്ക് എത്തുന്നു എന്ന് മാത്രമല്ല, ഇപ്പൊ പ്രത്യാക്രമണം ഞങ്ങൾ നടത്തുമെന്ന് ഡാനിയൽ ഹാഗരി പറയുമ്പോൾ തന്നെ ഇസ്രായേൽ പ്രത്യാക്രമണം തുടങ്ങി എന്നുള്ള തരത്തിൽ അനൌദ്യോഗിക റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരുപക്ഷെ ആക്രമണം തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പൊ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഇത് പ്രത്യാക്രമണം നടത്താൻ പോകുന്നുവെന്ന് പറയുന്നത് എന്ന് പോലും റിപ്പോർട്ടുകളുണ്ട്. അവര് ആണവ നിലയങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കുള്ളിൽ കയറി അവിടുത്തെ ആണവ കേന്ദ്രങ്ങളിലെ പല ഡിസ്കുകളും അതിന്റെ രഹസ്യ ഫയലുകളും നശിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ആണവ കേന്ദ്രങ്ങൾ നേരിട്ട് തന്നെ ഇസ്രായേൽ നശിപ്പിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ലേസറും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അവരാണ് ഇറാന്റെ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഫക്രി സാദയെ ടെഹ്റാനിൽ നിന്ന് കോൺവോയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫേസ് റെക്കഗ്നീഷൻ ടെക്നിക്, മുഖം തിരിച്ചറിയുന്ന ടെക്നിക്കും AI ജനറേറ്റഡ് ലേസർ തോക്കുകളും യന്ത്രത്തോക്കുകളും വെച്ച് വധിച്ചത്. അപ്പൊ ആ തരത്തിൽ ഇറാന്റെ ഉള്ളിൽ കയറി ആക്രമിക്കാൻ ഇസ്മായിൽ ഹനയിയെ, ഹമാസിന്റെ തലവനെ അടുത്ത ആഴ്ചകളിലാണ് വധിച്ചത്. ഇറാന്റെ ഉള്ളിലെ പലതരത്തിലും അവർക്ക് ചാരസംഘമുണ്ട്. സ്വാഭാവികമായിട്ടും
ഇറാനിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നു. തിരിച്ചും ഇറാൻ അങ്ങനെ വന്നാൽ ഇറാനും വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓൾ ഔട്ട് വാറിനുള്ള സാധ്യത ആശങ്കകൾക്കിടയിലും പറയാൻ വയ്യ.